ഒരുപാട് താങ്ക്സ് നിങ്ങൾക്കും സാംസങ്ങിനും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതായിരിക്കുന്നു നമ്മുടെ M51. ഒരു മോൺസ്റ്റർ സ്മാർട്ട് ഫോൺ തന്നെയാണ് M51. നല്ല അടിപൊളി ഡിസൈൻ. ഇതൊരു മികച്ച സെല്ലിംഗ് സ്മാർട്ട് ഫോണായി മാറുമെന്ന കാര്യത്തിൽ അടിവരായിട്ട് പറയേണ്ടി വരും. mAh എന്ന മികച്ച ബാറ്ററി കപ്പാസിറ്റിയുമായിട്ട് സാംസങ് ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നു. മാത്രവുമല്ല, സാധാരണ സാംസങ് ഫോണുകൾ കാണുന്ന എക്സിനോസ് പ്രോസസർ ഒഴിവാക്കി സ്നാപ്ഡ്രാഗന്റെ 730G എന്ന മികച്ച ഗെയിമിംഗ് പ്രോസസറുമായിട്ടാണ് ഇത്തവണ സാംസങ് ഈ ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ 64 മെഗാ പിക്സലിന്റെ ക്യാമറ സെറ്റപ്പ്. ഞാൻ പറഞ്ഞു വരുന്നത് സാംസങ് ഏറ്റവും പുതിയ പുറത്തിറക്കിയിരിക്കുന്ന സാംസങ് M51 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സാംസങ് M51 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം ഒരു കാര്യം പറയട്ടെ, സാംസങ്ങിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ അതിൻ്റെ ലോഞ്ച് സമയത്ത് തന്നെ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് സാംസങ് തന്നെ അയച്ചു തരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതിന് സഹായിച്ചത് നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ സാംസങ് പോലെയുള്ള ഒരു മുൻനിര കമ്പനിയിൽ നിന്നും അവരുടെ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ചിൻ്റെ മുന്നേ തന്നെ നമുക്ക് അയച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് താങ്ക്സ് നിങ്ങൾക്കും സാംസങ്ങിനും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്തൊരു അല്പം സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഒരുപക്ഷെ ഉണ്ടായിരിക്കും, ക്ഷമിക്കുക. എനിവേ, നമുക്ക് സാംസങ് M51 അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് പരിശോധിക്കാം. ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ മുകളിൽ ഇതുപോലെ സാംസങ് എന്നും താഴെ M51 എന്ന് എഴുതിയിട്ടുണ്ട്. സൈഡിൽ ആയിട്ട് സാംസങ് ഗാലക്സി M51 എന്ന് എഴുതിയിരിക്കുന്നു. ബാക്കിൽ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. എനിവേ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഒറ്റ സീല് മാത്രമേ അതിനകത്ത് കൊടുത്തിരുന്നുള്ളൂ. വേറെ പ്ലാസ്റ്റിക് കവറൊന്നും ഇതിന് പുറത്തില്ല. ഇതായിരിക്കുന്നു നമ്മുടെ M51. എനിവേ, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് ബോക്സിനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒളിഞ്ഞാണ് ഒരു കവർ ഇതിൻ്റെ ബോക്സിൻ്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത്. അത് പുറത്തേക്ക് എടുക്കുന്നു. ബോക്സിൻ്റെ ഇവിടെയായിട്ടൊരു സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല അടിപൊളി മഴ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. കൂടാതെ വാറൻറ്റി കാർഡ്, റീജിയൻ ലോക്ക് ഗൈഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് ഇതിനോടൊപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നിരിക്കുന്നത്. ഇതിന് ബാക്ക് കവറോ ഹെഡ്സെറ്റോ ഈ ഒരു ബോക്സിനോടൊപ്പം നൽകിയിട്ടില്ല. അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അത് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കേസിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. നല്ല അടിപൊളി ഡിസൈൻ. ഇവിടെ ഒരു സ്റ്റിക്കർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിക്കറിനകത്ത് തന്നെ 128 GB വേരിയൻ്റ് ആണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും മുകളിൽ ആയിട്ട് ഇത്തരത്തിൽ ഒരു റൗണ്ടഡ് കോർണറുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിനകത്ത് 4 ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. ആ 4 ക്യാമറകൾ ഒരു L ഷേപ്പിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ഇതുപോലെ സാംസങ് എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. നല്ല മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ. സാംസങ് M51 പുറത്തിറക്കുന്നതിന് മുമ്പ് നേരത്തെ ഇറക്കിയ മോഡലായിരുന്നു M31s. ഇത് നമ്മൾ വാങ്ങി നേരത്തെ അൺബോക്സ് ചെയ്ത് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയതാണ്, നിങ്ങൾ കണ്ടു കാണും. അതുമായിട്ട് ഏകദേശം ഒരു സാമ്യം ഡിസൈന് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നുണ്ട്. ഇതൊരു ഡുവൽ ടോൺ കളറായിരുന്നു M31s എങ്കിൽ ഇവിടെ ഇത് ഒരു ഒറ്റ കളറാണ്. ക്യാമറ മൊഡ്യൂളൊക്കെ ഏകദേശം സെയിം ആണ്. പക്ഷേ കുറച്ചുകൂടെ ഒരു വലിപ്പം കൂടുതൽ ഇവിടെ സാംസങ് M51 ആണുള്ളത്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ്റ്റിക് ആണ്. അതായത് ഗ്ലാസ് പോലെ തോന്നുന്ന പ്ലാസ്റ്റിക്, അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാസ്റ്റിക്. കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് ആണെന്നേ തോന്നുകയുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. ഇനി ഫോണിൻ്റെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലതുവശത്തായിട്ട് ഇവിടെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം. ചുരുക്കി പറഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ്. താഴെയായിട്ട് 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. ചാർജിങ്ങിന് ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രിൽ, അതുപോലെ നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഇവിടെ കാണാം. ഇടതുവശത്തായിട്ട് സിം ട്രേ, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണ് നോക്കാം. ഡെഡിക്കേറ്റഡ് സിം ട്രേ തന്നെയാണ്. അതായത് ഒരേ സമയം നമുക്ക് 2 സിം കാർഡുകളും ഒരു മൈക്രോ SD കാർഡും ഉപയോഗിക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫോൺ ഒന്ന് ഓൺ ചെയ്യാം. ഫോൺ ഓണായി ബൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ സാംസങ് ഗാലക്സി M51 എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. സെക്യൂർഡ് ബൈ നോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് സാംസങ്ങിൻ്റെ സെക്യൂരിറ്റി ഫീച്ചറാണ് നോക്സ്. ഈ ഒരു ഫോണിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സൈസ് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. കയ്യിൽ നമുക്കത് ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഉണ്ടല്ലേ, 2 വിരലുകൾ ഇതുപോലെ കൂട്ടി പിടിക്കാൻ പറ്റും. പക്ഷേ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്.
6.7 ഇഞ്ചാണ് സ്ക്രീനിൻ്റെ സൈസ്. ഈ ഒരു ഫോണിന് അധികം ഭാരം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ 213 ഗ്രാം ഭാരമുണ്ട് താൻ. പക്ഷേ നമുക്ക് അത്രയും ഒരു ഭാരം ഫീൽ ചെയ്യാത്തതിൻ്റെ കാരണം ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റാണ്. എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഭാരം നമുക്ക് 213 ഗ്രാം ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നതേ ഇല്ല എന്ന് എടുത്തു പറയുന്നു. ഈ ഒരു ഫോണിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ തന്നെയാണ്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ അമോ LED ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് ഫോണിൻ്റെ മുകളിൽ ഡിസ്പ്ലേയിൽ തന്നെ ഇത്തരത്തിലൊരു പഞ്ച് ഹോളായിട്ട് സെൻറ്ററിലാണ് നൽകിയിരിക്കുന്നത്. സാംസങ് ഇതിനെ വിളിക്കുന്നത് ഇൻഫിനിറ്റി O ഡിസ്പ്ലേ എന്നാണ്. ഈ ഒരു ഫോണിൻ്റെ റിഫ്രഷ് റേറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നോർമൽ റിഫ്രഷ് റേറ്റ് ആണ്, അതായത് 60 ഹെഡ്സ് ആണ് റിഫ്രഷ് റേറ്റ്. അതുപോലെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റിൽ കോയിനുകളോ അല്ലെങ്കിൽ താക്കോലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നും തട്ടി ചെറിയ പോറലുകളൊന്നും പറ്റില്ല എന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓഫ് ആണെങ്കിലും നോട്ടിഫിക്കേഷനുകൾ, ക്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്പ്ലേയിൽ തിളങ്ങി കാണാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഈ ഒരു ഫോണിൻ്റെ ബെസലുകളെ കുറിച്ച് പറഞ്ഞാൽ അധികം കനം കുറഞ്ഞ ബെസലുകളാണ് ഫോണിന് ചുറ്റും നൽകിയിരിക്കുന്നത്. ഒരു ബെസൽലെസ് ഫീലിംഗ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നൽകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഫോണിൻ്റെ ചിഹ്നം എന്നറിയപ്പെടുന്ന താഴ്ഭാഗവും വളരെ കനം കുറഞ്ഞു തന്നെയാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സൈഡിലേക്ക് വന്നാൽ ആൻഡ്രോയിഡിൻ്റെ ആൻഡ്രോയിഡ് 10-ൽ അധിഷ്ഠിതമായി സാംസങ്ങിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള ON UI 2-ൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷനുകൾ, നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കാൻഡി ക്രഷ് സാഗ, അതുപോലെ മോജ്, ചിങ്കാരി, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ നമ്മളധികം ഉപയോഗിക്കാത്ത ചില ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ അത്തരം ആപ്ലിക്കേഷനുകൾ നമുക്ക് ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനുകളെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും ഫേസ് അൺലോക്കും എത്രത്തോളം ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഫിംഗർ പ്രിൻറ്റ്. ഇപ്പോൾ സ്ക്രീൻ ഓഫാണ്, ഞാൻ സ്ക്രീൻ ഓൺ ചെയ്തു. ഇനി ഈ വിരലാണ് ഫിംഗർ ആഡ് ചെയ്തിരിക്കുന്നത്. അൺലോക്കായി. സ്ക്രീൻ ലോക്ക് ചെയ്തു, സ്ക്രീൻ വേക്കപ്പ് ചെയ്തു, അൺലോക്കായി. ഒരുവിധം ഫാസ്റ്റ്, മീഡിയം സ്പീഡിൽ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ആവുന്നുണ്ട്. അടുത്തത് ഫേസ് അൺലോക്ക്. സ്ക്രീൻ വേക്കപ്പ് ചെയ്യുന്നു, അൺലോക്കായി. സ്ക്രീൻ വേക്കപ്പ് ചെയ്യുന്നു, അൺലോക്കായി. സ്ക്രീൻ വേക്കപ്പ് ചെയ്യുന്നു, അൺലോക്കായി. ഒരു ചെറിയ ഡിലേ ഫേസ് അൺലോക്കിലും കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സാംസങ്ങിൻ്റെ ചില ഫോണുകളിൽ ഇത്തരത്തിൽ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും, ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന സാംസങ് ഗാലക്സി നോട്ട് 10 ലൈറ്റ് എന്ന ഫോണിൽ ഇതുപോലെയാണ്. ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും ഒരു അല്പം ഡിലേ ആണ്. അത് കൂടുതൽ സെക്യൂരിറ്റി നൽകുന്നതിന് വേണ്ടിയിട്ട് ആണ് എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. എനിവേ ഇതിനകത്തൊരു മീഡിയം സ്പീഡ് മാത്രമേ ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കിനും ഉള്ളൂ. അടുത്തായിട്ട് ഈ ഒരു ഫോണിനകത്തുള്ള ഫീച്ചറുകളെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊരു 4G എനേബിൾഡ് ആയിട്ടുള്ള ഫോണാണ്, 5G അല്ല. അതുപോലെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന 2 സിം കാർഡുകളും നമുക്ക് 4G വോൾട്ടി സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ഡുവൽ 4G വോൾട്ടി സപ്പോർട്ടുള്ള ഫോണാണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ടുണ്ട്. ഇന്ന് വരുന്ന ചില ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലും ഒഴിവാക്കുന്ന നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്നറിയപ്പെടുന്ന NFC സപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫോണിനകത്ത് FM റേഡിയോ കാണുന്നില്ല. അതുപോലെ ഈ ഒരു ഫോണിന് വൈഡ് വൈൻ L1 സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് HD കണ്ടൻറ്റുകൾ നല്ല രീതിയിൽ ഈ ഒരു ഫോൺ വഴി ആസ്വദിക്കാൻ സാധിക്കും. അടുത്തിടെ വന്ന വൈഫൈ എന്ന് പറയുന്ന ഫീച്ചറും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് മൊബൈൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പോലും വൈഫൈ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ സിം കാർഡിൻ്റെ ആ സെയിം നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കോൾ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റിയാണ്. ആദ്യം നമുക്ക് ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ഫോണിന് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. ഓർക്കുക, അത് നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കുമ്പോഴാണ് ആ ഒരു ഫീച്ചർ കൃത്യമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വോളിയം തന്നെയാണ് ഈ ഒരു ഫോണിനുള്ളത്. ഫുൾ വോളിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിൽ നിന്ന് കരകയറപ്പോ മറ്റ് ഡിസ്റ്റോർഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നല്ല സൗണ്ട് ക്വാളിറ്റി ഈ ഒരു ഫോണിൻ്റെ സ്പീക്കർ നൽകുന്നുണ്ട്. ഓർക്കുക, ഫോണിൻ്റെ സ്പീക്കർ മോണോ സ്പീക്കറാണ്, അതായത് ഒരൊറ്റ സ്പീക്കർ മാത്രം ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് അത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് ഒരു സ്റ്റീരിയോ സ്പീക്കർ നൽകിയിരുന്നു എങ്കിലെന്ന് ഞാൻ ആശിച്ചു പോകുന്നു. അടുത്തതായിട്ട് വീഡിയോ ക്വാളിറ്റി.
ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒരു രക്ഷയുമില്ല. കാരണം മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് നേരത്തെ സാംസങ് ഇതിന് തൊട്ടു മുമ്പ് ഇറക്കിയിരുന്ന സാംസങ് M31s ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫോണും സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മികച്ച വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. അതുപോലെ LED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഈ ഡിസ്പ്ലേയിൽ കാണുന്ന കറുത്ത പോർഷനുകൾ, കറുത്ത ഭാഗങ്ങളെല്ലാം നല്ല പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ LCD ഡിസ്പ്ലേ ആയിരുന്നുവെങ്കിൽ അത്തരം കറുപ്പ് ഭാഗങ്ങൾ ഒരു വൈറ്റിഷ് ടോൺ കാണാമായിരുന്നു. പക്ഷേ ഇവിടെ നല്ല പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെ ഡിസ്പ്ലേയിലെ കറുത്ത ഭാഗങ്ങൾ കാണുന്നു. മികച്ച ഡിസ്പ്ലേക്ക് 100-ൽ 100 മാർക്ക് നൽകേണ്ടതുണ്ട് ഈ ഒരു ഫോണിന്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വരാം. സാധാരണ നമുക്കറിയാം സാംസങ്ങിൻ്റെ ഫോണുകളിൽ ഇന്ത്യയിലേക്ക് വരുന്ന ഫോണുകളെല്ലാം എക്സിനോസിൻ്റെ പ്രോസറാണ് നൽകാറുള്ളത്. എന്നാൽ വിദേശ രാജ്യങ്ങൾ വിൽക്കുന്ന അതേ മോഡൽ ഫോണുകളിൽ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസറും നൽകി വരാറുണ്ട്. എന്നാൽ ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇത്തവണ സാംസങ് M51 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഫോണിൽ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 730G എന്ന മികച്ച ഗെയിമിംഗ് പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് ഇത്തവണ സാംസങ് നൽകിയിരിക്കുന്നത്. അതൊരു വലിയ കാര്യമെന്ന് എടുത്തു പറയട്ടെ. അതുപോലെ നിങ്ങളെ പരിചയപ്പെടുത്താനായി നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ഫോൺ 8GB റാമും 128GB ഇന്റേണൽ മെമ്മറി വേരിയൻറ്റുമാണ്. ഈ ഒരു ഫോണിൽ ഫയൽ സ്റ്റോറേജിനായിട്ട് UFS 2.1 എന്ന ഫീച്ചറാണ് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു ഫോണിൽ പ്രൈമറി ക്യാമറയായിട്ട് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയും സെക്കൻഡറി ക്യാമറയായിട്ട് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും ടേർഷറി ക്യാമറയായിട്ട് 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും നാലാമത്തെ ക്യാമറയായിട്ട് 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സാംസങ്ങിൻ്റെ തൊട്ട് മുന്നേ ഇറക്കിയ സാംസങ് M31s എന്ന മോഡലിലും സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയായിരുന്നു നൽകിയിരുന്നത്. ഈ ഒരു ഫോണിനകത്തെ 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 123 ഡിഗ്രി വരെയുള്ള വൈഡായിട്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. അതുപോലെ സെൽഫി എടുക്കുന്നതിനായിട്ട് ഈ ഒരു ഫോണിനകത്ത് പഞ്ച് ഹോൾ ഡിസ്പ്ലേയിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് സിംഗിൾ ടേക്ക് എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. എന്താണ് സിംഗിൾ ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേക ചില ഫംഗ്ഷനുകളൊക്കെ നടക്കുമ്പോൾ സിംഗിൾ ടേക്ക് എന്ന ആ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 വ്യത്യസ്ത ഇനം ഫോട്ടോകളും വീഡിയോകളുടെ ഒരു മിക്സിംഗ് നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ആരുടെങ്കിലും പരിചയക്കാരുടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നിരിക്കട്ടെ, അവിടെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ടേക്ക് എന്ന ഒറ്റ ക്ലിക്കിൽ നമുക്ക് ആ ഒരു മൊമെൻറ്റിൻ്റെ 10 വ്യത്യസ്ത തരം ഫോട്ടോകളും വീഡിയോകളും ലഭിക്കും. നമ്മൾ മാനുവലായിട്ട് ചില ഫോട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ടിരുന്ന ചിലപ്പോൾ കറക്റ്റ് ആ മൊമെൻറ്റിൽ കൃത്യമായി കിട്ടണമെന്നൊന്നുമില്ല. ഇവിടെ സിംഗിൾ ടേക്ക് വഴി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 3 വീഡിയോകളും 10 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോട്ടോകളും ഒക്കെ ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന വിധത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള 10 മുഹൂർത്തങ്ങൾ നമുക്ക് സിംഗിൾ ടേക്കിലൂടെ ഈ ഒരു ഫോൺ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും. അതുപോലെ നൈറ്റ് ഹൈപ്പർ ലാപ്സ് എന്ന ഫീച്ചറും സൂപ്പർ സ്ലോ മോഷൻ ഫീച്ചറും ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം റെസൊല്യൂഷനിൽ 4Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാനാകും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വരാം. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയേണ്ടി വരും. 7000 mAh ബാറ്ററി. ഇത്രയധികം ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ ഇന്നുവരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ്. അത് ചാർജ് ചെയ്യാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഈ ഒരു ഫോണിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ ചാർജിങ്ങിനായിട്ട് നൽകിയിരിക്കുന്ന ചാർജിങ് കേബിൾ. അത് ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ്. ആ ഒരു ചാർജിങ് കേബിൾ ഉള്ളത് കാരണം നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോൺ ആ ചാർജിങ് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് സി ചാർജിങ് ഉപയോഗിച്ചുകൊണ്ട് വേറെ ഫോണുകൾ കൂടി ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത് റിവേഴ്സ് ചാർജിങ് എന്ന് പറയുന്ന ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഇതൊരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് ചുരുക്കം. നമുക്കറിയാം നമ്മൾ വാങ്ങുന്ന മിക്ക പവർ ബാങ്കുകളും 10000 mAh ഒക്കെയാണ് ഇതിൽ വരാറുള്ളത്. ഈ ഒരു ഫോണിൽ തന്നെ 7000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് മറ്റൊരു ഫോൺ കൂടി ഇതിൽ നിന്ന് ചാർജ് ചെയ്തുകൂടാ? അടുത്തതായിട്ട് ഏവരും കാത്തിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 2 വേരിയൻറ്റുകളാണ് ലഭ്യമാവുക. 6GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും 8GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും. നമ്മളിന്നിവിടെ പരിശോധിച്ചത് 8GB റാം 128GB എന്ന ഹയർ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 6GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റിൻ്റെ വില 24,999 രൂപയാണ്. അതുപോലെ 8GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റിൻ്റെ വില 26,999 രൂപയാണ്. മാത്രമല്ല ആദ്യത്തെ 3 ദിവസങ്ങൾ, അതായത് സെപ്റ്റംബർ 18, 19, 20 എന്നീ 3 ദിവസങ്ങളിൽ HDFCയുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 2000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്കും ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നതാണ്.
അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻ്റെ വില നേരത്തെ പറഞ്ഞതുപോലെ 24,999 രൂപയേ ഉള്ളൂ. ആ ഒരു വിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ്. കാരണം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അത്രയും ഉണ്ട്. ആ ഒരു 24,999 എന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു മികച്ച സ്പെക്ക് തന്നെയാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. 7000 mAh ബാറ്ററി, 67 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പ്, സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രോസസ്സർ, സൂപ്പർ അമോ LED ഡിസ്പ്ലേ, അങ്ങനെ എന്തുകൊണ്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഒരു സ്പെക്ക് തന്നെയാണ് സാംസങ് ഗാലക്സി M51 നമുക്കായി നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സൈഡിലും ഇത്തവണ സാംസങ് അതിൻ്റെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് M51 എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നതെന്ന് വേണം കരുതാൻ. അതുപോലെ കുറച്ച് നേരം ഉപയോഗിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ ഇതുപോലെ ഫിംഗർ പ്രിൻ്റ് പതിയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക് കേസ് കൂടി ഇട്ടുകൊണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ ഫിംഗർ പ്രിൻ്റ് ഇതിനകത്ത് പതിയും. മാത്രമല്ല ഇതൊരു ഗ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് ചിലപ്പോൾ പോറലുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫോൺ ആരെങ്കിലും വാങ്ങുന്നെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കേസ് കൂടെ വാങ്ങണം എന്ന് ഞാൻ ഉപദേശിക്കുന്നു. കാരണം ഫോണിൻ്റെ ബോക്സിനോടൊപ്പം കേസ് നൽകിയിട്ടില്ല. അപ്പോൾ സാംസങ് M51 എന്ന സ്മാർട്ട് ഫോൺ എന്ത് പറയുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഫോണിനെ കുറിച്ച്? നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളുടെ വിശേഷങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിലെ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷനായി എത്താൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.